ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. ഇന്ന് നമുക്ക് പൂക്കളെ കണ്ട് തുടങ്ങല്ലേ. പൂക്കളൊക്കെ വിരിഞ്ഞ് നമ്മളിങ്ങനെ മാടി വിളിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ അവരൊന്ന് തലോടാതെ നമുക്ക് പോവാൻ കഴിയൂലല്ലോ. അപ്പം ഞാൻ എല്ലാ പൂക്കളും ഒന്ന് ഫോട്ടോ എടുത്തതാണ് ഇട്ടത്. കുറേ പൂ വിരിഞ്ഞിട്ടുണ്ട്. പൂക്കളെ ഭംഗി കണ്ടാൽ നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നൂലേ. എന്തൊരു ഭംഗിയാണ് പൂവ് കാണാൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിലും ഇങ്ങനെ ഒരു പൂ പോലും ഇല്ലാത്ത വീട് ഉണ്ടാവില്ല. നമ്മളൊരു എനർജിയാണത്. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഈ പൂക്കളൊക്കെ ഒന്ന് കാണുമ്പോൾ ആ ദുഃഖം ഒക്കെ സന്തോഷമായിട്ട് മാറുമല്ലോ. പ്രയാസങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി ഈ പൂക്കളൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് എന്തൊരു ഹാപ്പിയാണല്ലേ. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആ പച്ചപ്പും ഈ പൂക്കളും ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ജീവന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരോട് പോയിട്ട് ഞാൻ വർത്താനൊക്കെ പറയും കേട്ടോ. എപ്പോഴും ഞാൻ മുന്നിൽ മാത്രം മുറ്റം വേഗം അടിച്ചു വാരും. ബാക്ക് സൈഡ് ഒന്നും നമ്മൾ വേഗമൊന്നും റെഡിയാക്കില്ലല്ലോ, കാണൂലല്ലോ. അപ്പോൾ വേഗം മുറ്റത്ത് മുൻഭാഗമാണ് കേട്ടോ റെഡിയാക്കുക. ഞാൻ ഈ പറിച്ചൊഴിവാക്കുന്നത് ഈ ചെടികൾ തന്നെയാണ്. ഈ ചെടികൾ ഞാൻ രണ്ടാമത് മണ്ണൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ചില സമയത്ത് അവർക്ക് തിരിഞ്ഞേ നോക്കൂല. അങ്ങനെ ആവുമ്പോൾ അത് ചട്ടിയിൽ നിന്നൊക്കെ ഒന്നായിട്ട് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ഇവിടെ കാട് മാതിരി ആവും. കുറേ ചട്ടിയൊക്കെ ഉണ്ട് മാറ്റി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അല്ലാണ്ട് കുഴിച്ചിടുകയാണെങ്കിൽ ചെടികളൊക്കെ ചിലത് പിടിച്ച് കിട്ടൂലല്ലോ. ഇങ്ങനെയൊക്കെ വെച്ചാൽ എത്ര എളുപ്പമാണ് ആ ചെടികളൊക്കെ പിടിച്ച് കിട്ടി ആകെ കാട് മാതിരി ആവുകയെന്നോ. അപ്പോൾ കുറേ അവിടെ ചട്ടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലൊക്കെ ഇനി ചെടി നടണം. അതിനൊന്നും ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ ചില സമയത്തൊരു തോന്നലാണ്. അപ്പോൾ ഞാനൊക്കെ പോയിട്ടൊക്കെ ഒന്നാമത് വളം കൊണ്ടുവന്നൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചെയ്യാത്തത്. അപ്പോഴത്തേനും ഇവിടെ കാടായി. അപ്പോൾ ഈ കാടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സുഖമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. വേറെ പുല്ലും കാടുമൊന്നുമില്ല, ഒക്കെ ചെടികൾ തന്നെ. അപ്പോൾ ഇതൊക്കെ പാടെ വേണ്ടല്ലോ എഴുതിയിട്ടൊക്കെ പറിച്ചിടുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഈ ചെടികളാണ് കേട്ടോ. എൻ്റെ കാക്കുനും ഇങ്ങനെ തന്നെയും. കാക്കും നല്ല ചെടികൾ ഫസ്റ്റ് മുതലേ കാക്കുവാണ് ഈ ചെടികളൊക്കെ വളർത്താൻ വാങ്ങിക്കൊണ്ടുവരാനും ഒക്കെ ഉഷാറ് കാക്കു തന്നെയാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാനും രണ്ടാളും ചെടിപ്രാന്തന്മാരായതുകൊണ്ട് കുറച്ചൊക്കെ ചെടികൾ ഞങ്ങളെ വീട്ടിലുണ്ട്. കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ ചെടികളൊക്കെ. അവരും എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പം എനിക്ക് ചെടി കൊണ്ട് എൻ്റെ മോനൊക്കെ രണ്ട് വലിയ മക്കളും എവിടെ പോയി വരുമ്പോഴും എനിക്ക് ചെടി കൊണ്ടുവന്ന് തരും കേട്ടോ. അവർക്കും ഇഷ്ടമാണ് ചെടികളൊക്കെ. ഫോട്ടോ എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. കുറച്ചൊക്കെ പറിച്ച് ഞാൻ പിന്നെ വിചാരിച്ച് മുറ്റടിച്ച് വാരട്ടേന്ന്. ആ ഭാഗം അടിച്ച് വാരിയിട്ടൊരു ആഴ്ചയൊക്കെ കഴിഞ്ഞു. മുൻഭാഗം പിന്നെ ഞാൻ ഇന്ന് ദിവസം അടിച്ച് വാരും കേട്ടോ. മുൻഭാഗത്തേക്ക് നമ്മളെപ്പോഴും നോക്കുമ്പോൾ വൃത്തി വേണമല്ലോ. ഈ ഭാഗത്തേക്ക് വല്ലാതെ അങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. പിന്നെ നമുക്ക് ഒഴിവും വേണം, എല്ലാതും കൂടി എത്തി കിട്ടൂല ചിലപ്പോൾ. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ നേരം വൈകി പോണത്. എന്നാലും ഞാൻ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എഴുതി ഇറങ്ങിയതാണ് കേട്ടോ. മഴ കാരണം നിറച്ച് പായൽ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ പുല്ലുകളൊന്നുമില്ല കേട്ടോ. പുല്ലുകളൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ ഒക്കെ വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ ചെടികളൊന്നും അന്ന് പറിച്ച് കളഞ്ഞില്ല. അപ്പോൾ ബാക്കിയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. മുറ്റടിക്കലൊക്കെ വേഗം തീർക്കുകയാണ്. കുറേ ബാക്കിലും ഒക്കെ അടിച്ച് വരാണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി റെഡി ആക്കണം. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പൂക്കളൊക്കെ ഒന്ന് പോയി അതിലേക്കൊന്ന് ചെടിച്ചട്ടീന്ന് പുല്ലൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെത് ഇങ്ങനെ നേരെ വൈകി പോണത്. ആ ഒരു തെർമോക്കോളിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നത്. അതിൽ ഞാൻ 10 മണി കുഴിച്ചിടാൻ വിചാരിച്ചിട്ട് 10 മണിയൊക്കെ കുഴിച്ചിട്ട് പിന്നെ ഇതൊക്കെ വെക്കാൻ സ്ഥലം വേണ്ടേ. അപ്പോൾ പിന്നെ അതിലൊക്കെ കാട് കയറിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പുറത്തെ തൊടുവൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി അടിച്ച് വരാമെന്ന് കരുതി. അപ്പോൾ അതിന് പോയിട്ട് അതൊക്കെ കൊണ്ടുവച്ച് വന്നങ്ങാണ്ട് ബാക്കിയും കൂടി അടിച്ച് വരട്ടെ എഴുതി നിൽക്കുകയാണ്. വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഈ അടിച്ച് വരുന്നതും പുല്ല് പറിക്കണതും ഒക്കെ. എനിക്ക് തോന്നുമ്പോഴാട്ടോ ഞാൻ ചെയ്യാത്ത. വൈകുന്നേരം രാവിലെ എന്നൊന്നുമില്ല. എനിക്ക് എപ്പോഴാണ് തോന്നണമെന്ന് വിചാരിച്ചാൽ അപ്പം ഞാനിതൊക്കെ ചെയ്യും കേട്ടോ. രാവിലെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അടങ്ങി നിൽക്കുകയൊന്നുമില്ല. തോന്നുമ്പോഴൊക്കെ ഞാൻ മുറ്റത്ത് ഇറങ്ങിങ്ങാണ്ട്
എനിക്ക് മുറ്റടിച്ച് വരാനും ഒക്കെ തോന്നി ഞാൻ അപ്പം ചെയ്യും കേട്ടോ. പുല്ല് പറിക്കലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ രാവിലെ എടുക്കും. 2-3 ദിവസമായിട്ട് ചെറിയ മഴ ഉള്ളത് കൊണ്ട് ഇത് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. രാവിലത്തെ വെയിലിൻ്റെ ചൂടൊന്നുമില്ല, ഒരു നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങിങ്ങാണ്ടൊക്കെ എടുക്കാനുള്ളൊരു എനർജി ഉണ്ട്, നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട്. ചെടിച്ചട്ടിയൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ചെടിച്ചട്ടിയിലൊക്കെ ചെടിയൊന്നുമില്ല. ഞങ്ങൾക്ക് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറക്കാൻ സുഖമാണ് കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ മുന്നിൽ റോഡ് സൈഡിൽ ഓവുള്ളത് കൊണ്ട് നല്ല മണ്ണും മണലും കൂടിയ മണ്ണ് അതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വേറെ മണ്ണൊന്നും മണലൊന്നും കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടും കൂടി മിക്സ് ആയതാണ്, വളം മാത്രം കൂട്ടി കൊടുത്താൽ മതി. അതുകൊണ്ട് നല്ല സുഖമാണ് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട്. ചട്ടികൾ ഒരുപാട് മാറ്റാനുണ്ട് കേട്ടോ. ഇതിൽ നിന്നൊക്കെ പടർന്നാണ് ഇത് ഇക്കോലത്തിലായത്. ഇപ്പോൾ എവിടേക്കാലും യാത്ര പോവുകയാണേലും എൻ്റെ കണ്ണ് ഓരോരോ വീടിൻ്റെ മുറ്റത്താവും കേട്ടോ. മുറ്റത്ത് അവിടെ എന്തൊക്കെ ചെടികളുണ്ട്, പൂക്കളുണ്ടോ. വീടിൻ്റെ ഭംഗിയൊന്നും ഞാൻ കാണലില്ല, ഞാൻ വെറും ചെടികളെ ഭംഗി മാത്രമാണ് കാണൽ. ശംഖുപുഷ്പത്തിൻ്റെ തൈകളാണ് ഇട്ടത്. അതിൻ്റെ വേരൊക്കെ മണ്ണിലോട്ട് ഇറങ്ങിപ്പോയിട്ട് അതവിടെ നിന്ന് എടുക്കാനൊരു മടി. എന്താ വെച്ചാൽ വേരൊക്കെ പോരുമല്ലോ, അപ്പോൾ പിന്നെ അതിന് വാട്ടം വരുമോ എന്ന് എഴുതിയിട്ട് കുഴിച്ചിടണം. അവിടെ എവിടെയൊക്കെ കുഴിച്ചിടണം എന്ന് എഴുതിയിട്ടൊക്കെ വെക്കണതാണ്. അത് പിന്നെ അവിടുന്ന് പടർന്ന് പന്തലിച്ച് അതിമേലൊക്കെ നിറച്ച് പൂവിടൽ തുടങ്ങി. അപ്പം അതിനൊക്കെ ഇനി വേറെ സ്ഥലത്തേക്ക് വെക്കണം. കുറേ തൈകളൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഞാനിത് കുറച്ച് മുന്നേ ഒരു ചേച്ചി തന്നതായിരുന്നു ഒരു തൈ. ആ തൈമെന്നാണ് പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായി. വിത്ത് ചാടി മുളച്ചിട്ട് ഇഷ്ടംപോലെ ഉണ്ടായി. അങ്ങനെ കുറേ ആൾക്കാർക്കൊക്കെ പിന്നെയും കൊടുത്തു. എൻ്റെ പുല്ലുപറിയൊക്കെ ലാസ്റ്റായിട്ടോ, കയ്യാനായി, ഒക്കെ വൃത്തിയായി. ഇപ്പോൾ കടലാസ് ചെടിയൊക്കെ കുറേ കമ്പ് നട്ട് വെച്ചതുണ്ട്, അതൊക്കെ ഇനി ഒന്ന് ചട്ടിയിലാക്കണം. ഒരുപാട് പണികൾ അവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഇനി ഇറങ്ങണം ഇൻഷാ അല്ലാഹ്. അടക്കൊക്കെ ചാടി കിടക്കണതാണ് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ പെട്ടാലൊന്നും നമ്മൾ കാണൂലല്ലോ. ഒക്കെ ഏതായാലും ഒക്കെ ഞാൻ പറിച്ചെടുത്ത് അടിച്ച് വാരി ക്ലീനാക്കണം. പറിച്ച് നോക്കുമ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാനതൊക്കെ വല്ല കവുങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കലാണ്, വെറുതെ ആക്കലില്ല. എന്നുവെച്ചാൽ കവുങ്ങിന് അതിനൊക്കെ തണുപ്പ് കിട്ടുമല്ലോ ഇതിട്ട് കൊടുക്കുമ്പോൾ, വളമാവും ചെയ്തോളും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലാണ്. അതൊക്കെ അടിച്ചു വാരി കൂട്ടുകയാണ് കേട്ടോ. റീപോർട്ട് ചെയ്യാനുള്ള ചട്ടികളാണ് ഇതൊക്കെ കൂട്ടിയിട്ടത്. ഇതൊക്കെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് വാരി ഇടലാണ് കേട്ടോ ഞാൻ. പിന്നെ നമുക്ക് കൊണ്ടുപോയി കളയാനൊക്കെ സുഖമാണല്ലോ. ഞാൻ എപ്പോഴും മുറ്റടിച്ച് വാരുമ്പം ഈ ബക്കറ്റും കൊണ്ടാണ് വരിക. എന്താ വെച്ചാൽ നമുക്ക് എന്താ പിന്നെ ഇതൊക്കെ അടിച്ച് വാരിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പം എന്നാൽ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് ഒക്കെ റെഡിയാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബക്കറ്റും കൊണ്ട് അടിച്ച് വരാൻ പോരുമ്പം തന്നെ ഞാൻ ഈ ബക്കറ്റ് എടുത്തിട്ടാണ് വരിക എപ്പോഴാണെങ്കിലും. എന്നാൽ പിന്നെ സുഖമാണ്, ലാസ്റ്റ് ഒരു പോക്ക് മാത്രം പോയാൽ മതി. ഒരു ഭാഗം ഏതായാലും ക്ലീനായി. ഇത് കൊണ്ടുപോയിക്കാണ്ട് ഞാൻ അതേമാതിരി കവുങ്ങിൻ്റെ മെറ്റ കൊണ്ടുപോയി ഇടുകയാണ് ഇട്ടത്. എന്നാൽ പിന്നെ അതവിടെ കിടന്നുങ്ങാണ്ട് വളമായി മാറിക്കോളും. ഇവിടെ ഈ ഭാഗത്തൊക്കെ അടിച്ചു വരാനുണ്ട്, കുറച്ച് ദിവസമായി ഇവിടെയൊക്കെ അടിച്ചു വാരിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് കഴിക്കാൻ എത്തിയിട്ട് ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഇങ്ങനെ ഒരു ബക്കറ്റ് നമ്മളെടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു വരാൻ ഒറ്റക്കല്ല, ചകിരി കൊണ്ടിടാൻ, തേങ്ങ പെറുക്കി അതിലിട്ടിട്ട് ഒക്കെയാണ് ഞങ്ങൾ കൊണ്ടുവരിക. മോന് ഒരു വട്ടം തേങ്ങ പെറുക്കിയിട്ടതാണ് അതിൻ്റെ അടിയൊക്കെ പൊട്ടിച്ചത്. പിന്നെ അതൊക്കെ ഞാൻ തുന്നി റെഡിയാക്കിയതാണ് കേട്ടോ. പിന്നെ അപ്പോൾ എന്നാലും പിന്നെ ഉപയോഗിക്കാതെ എത്തിയിട്ട്, അപ്പോൾ വേഗം ഭാഗം കൂടി അടിച്ചു വരട്ടെ എത്തിയിട്ട് വേഗം അത് അടിച്ചു വരാൻ വന്നതാണ്. ഞങ്ങൾ നട്ടുണ്ടാക്കുന്ന ഒരു സാധനത്തിൽ നിന്നും ഞങ്ങൾക്കൊന്നും കിട്ടൂല കേട്ടോ. എന്താ വെച്ചാൽ കുരങ്ങുകളുള്ളത് കൊണ്ട് പേരക്കൊക്കെ ഓലാണ് ഇട്ടത് തിന്നിട്ട് പോയത്. ചെറിയതാകുമ്പം തന്നെ എങ്ങനെ ചെയ്യൂലേ. പിന്നെ സപ്പോട്ടയും റംബുട്ടാനും ഒക്കെ അവരാണ് തിന്നുന്നത്, നമുക്കൊന്നും കിട്ടൂല. ഇവിടെ ആർക്കും കുട്ടികൾക്കൊന്നും കൊടുക്കാൻ കിട്ടൂല. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞൊക്കെ ക്ലീനായിട്ടോ. ക്ലീനായി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അതൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. റംബുട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് റംബുട്ടാൻ്റെ തൈയൊക്കെ ഞാൻ കുഴിച്ചിട്ടുണ്ട്, 3 എണ്ണം ഉണ്ട്. സപ്പോട്ട തൈ ഉണ്ട്. സപ്പോട്ടമ്മലൊക്കെ നിറച്ച് സപ്പോട്ട ഉണ്ടാവും, പക്ഷേ ഒറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടലില്ല. ഫുള്ള് അവർ റെഡിയാക്കും. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു റംബുട്ടാന് ഒക്കെ നിറച്ച് കായ്ച്ചിരുന്നു. ഒക്കെ അവർ വന്ന് തിന്ന് പോയി. ഈ ഭാഗത്തുള്ള വ്യൂ ആണ്. അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നി.
ഒന്ന് വൃത്തിയായപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പൂക്കളെത്തു കൂടെ ഒക്കെ ഒന്നും കൂടി വന്ന് നോക്കിയതാണ്, ചെടികളെത്തു കൂടെ ഒക്കെ. അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. ചാണകവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിറയെ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ. ഓർക്കിഡ് മരമൊക്കെ നിറയെ മുട്ടുണ്ട്. 4 ദിവസമൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ വിരിയും. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് കേട്ടോ. താങ്ക് യു.